വീഡിയോയിലെ ഒന്നാമത്തെ OTT അപ്ഡേറ്റ് ഗോഡ്സില്ല -1 എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വലിയ വിജയം കരസ്ഥമാക്കിയ മോൺസ്റ്റർ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ജാപ്പനീസ് ഭാഷയ്ക്ക് പുറമെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡിജോ ജോസ് ആൻഡ് സംവിധാനത്തിൽ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും തിയേറ്ററുകളിൽ വിജയിക്കാതെ പോയ കോമഡി ഡ്രാമ മലയാളം സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോണി ലീവ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ഈ സിനിമ വരുന്ന ജൂൺ അവസാന ആഴ്ചയിലായിരിക്കും OTT റിലീസ് ചെയ്യുക. ഹോളിവുഡിൽ നിന്നും മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ഫ്യൂരിയോസ. മാഡ് മാക്സ് ഫ്രാഞ്ചൈസിലെ 5ാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൂടെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ വരുന്ന ജൂൺ 25 ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും ഹോളിവുഡ് സിനിമയാണ്. 80s 90s കാലഘട്ടങ്ങളിൽ റിലീസ് ചെയ്ത ബിവർലി ഹിൽസ് കോപ്പ് എന്ന ആക്ഷൻ കോമഡി സിനിമയുടെ 1, 2, 3 ഭാഗങ്ങൾക്ക് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം റിലീസിനെത്തുകയാണ് ബിവർലി ഹിൽസ് കോപ്പിന്റെ 4ാമത്തെ ഭാഗം. സിനിമ വരുന്ന ജൂലൈ 3 തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ജൂൺ 27 മലയാളം ഭാഷയിലടക്കം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന കലക്കി എന്ന പാൻ വേൾഡ് സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു അനിമേറ്റഡ് സീരീസ് ആണ് ബുജി ആൻഡ് ഭൈരവ. 2 എപ്പിസോഡുകളുള്ള ഈ സീരീസ് ഇപ്പോൾ തെലുങ്ക്, ഹിന്ദി, സ്പാനിഷ്, ഇംഗ്ലീഷ് ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മഹിമ നമ്പ്യാർ മികച്ച വേഷത്തിൽ എത്തുന്ന നാട് എന്ന തമിഴ് ഡ്രാമ സിനിമ ഇപ്പോൾ തമിഴ് ഭാഷയ്ക്ക് പുറമെ തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളിൽ കൂടി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. O2 എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയ കന്നഡ മെഡിക്കൽ ത്രില്ലർ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ കന്നഡ ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒക്കാട്ടി അഡാക്കു എന്ന തെലുങ്ക് റൊമാന്റിക് കോമഡി സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്.